ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്ത് കടന്നു വന്ന മുഴുവൻ ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ജീവിത വ്യവസ്ഥയാണ് വിശുദ്ധ ഇസ്ലാം. ലോകത്ത് ഇസ്ലാമിൽ അന്ത്യപ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോട് കൂടെ 632 ഹബീബ് തങ്ങൾ വഫാത്താവുന്നത്. അതിനുശേഷം ഇന്ന് 2024 1392 വർഷങ്ങൾ ഈ ഒരു നിയമ സംഹിത ജീവിത വ്യവസ്ഥ ലോകത്ത് ഒരുപാട് ആളുകൾ അനുഷ്ഠിക്കുകയും അതിനെ പിൻപറ്റുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് ജനങ്ങൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതകർമ്മങ്ങളിൽ അവരുടെ ഡെയിലി ലൈഫുകളിലൊക്കെ അവർ പിന്തുടർന്നു പോരുന്നു. ഈ ഒരു സംഭവം നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാം ഈ ലോകത്ത് നിലനിന്ന് പോകുന്നത്, ഇനി അന്ത്യനാൾ വരെ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്? ഇതിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. ഈ ഒരു സൂക്തത്തിൽ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു, ഇവിടെ ദൈവിക പ്രീതിക്ക് അള്ളാഹുവിൻ്റെ റിള ലഭിക്കാനുള്ള മാനദണ്ഡമായിട്ട് ഖുർആൻ പരിചയപ്പെടുന്നത് ഇത്തിബാഇനെയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്വഹാബത്തിനെയും അവിടുത്തെ റസൂലിനെയും ഇത്തിബാവ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിനെയാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഈ ആയത്ത് അവസാനിക്കുന്നത് തന്നെ അൽ ഫൗസുൽ അലീം ദാലിക്കൽ ഫൗസുൽ അലീം എന്ന വാക്യത്തോടു കൂടെയാണ്. അപ്പോൾ ഇഹപര വിജയത്തിൻ്റെയും അതുപോലെ തന്നെ ദൈവിക പ്രതിയുടെയും മാനദണ്ഡമായിട്ട് ഇത്തിബാ എന്നൊരു പ്രവർത്തനമാണ്. ഈ ഇത്തിബാവിലൂടെ മാത്രമേ ലോകത്ത് മുസ്ലിം സമൂഹം നിലനിന്ന് പോകുന്നത്. ഇനിയും അങ്ങനത്തെ തന്നെയാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും 1300 വർഷമായി എന്ന് പറഞ്ഞു. ഈ 1300 വർഷമായിട്ട് ഈ പരിശുദ്ധ ദീൻ അതിൽ മാറ്റത്തിരുത്തലുകളില്ലാതെ അത് നിൽക്കാനുള്ള കാരണം ഇത്തിബാ തന്നെയാണ്. ഒരിക്കൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നേർരേഖ വരച്ചു. ശേഷം ഇടത്തും വലത്തുമായി ഒരുപാട് രേഖകൾ വരച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് യഥാർത്ഥ ഹക്കായ വഴി, ആർക്കും സുതരാം വ്യക്തമാകുന്ന വിധം ഇത് വളരെ ആരുടെ മുന്നിലും നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ് ഇതുള്ളത്. എല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ആ ഇഹ്സാൻ കൊണ്ട് പിന്തുടരുന്നവരുടെ വഴി, ആ വഴി ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് വളരെ ക്ലാരിറ്റിയുള്ള ആർക്കും വ്യക്തമാകുന്ന വഴി തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് സ്വഹാബത്തിൻ്റെ മുമ്പിൽ കൃത്യമായി വരച്ച് കാണിച്ചതായിട്ട് ഈ ഹദീസും ഈ ആയത്തും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സൂക്തത്തിൽ നമുക്ക് കാണാൻ പറ്റും, വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുമിനു കമാ ആമന സുഫഹാഉ മിന്നാ. വളരെ ശരിക്കും പഠിക്കേണ്ട ഒരു ആയത്ത് കൂടിയാണ് ഈ ആയത്ത്. തീർച്ചയായും ഇവിടെ പറയുന്നത് ആമിനു കമാ ആമനന്നാസ് എന്നുള്ളതാണ്. അന്നാസ് വിശ്വസിക്കുന്ന പോലെ, ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കണം, അപ്പോഴേ നമ്മുടെ ഈമാന് കാമിലാവുകയുള്ളൂ. തീർച്ചയായും ഈമാനിന്റെ കമാലിയത്തിന് ഇവിടെ പറഞ്ഞ മാനദണ്ഡം അന്നാസിനെ പോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ അന്നാസ് ആരാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വഹാബത്തിനെ കുറിച്ചാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ സ്വഹാബത്തിന് അനുധാവനം ചെയ്താൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുള്ളൂ. ഇവിടെ ശേഷം പറയുന്ന അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുമിനു കമാ ആമന സുഫഹാഉ മിന്നാ. കൂടുതൽ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ഇവിടെ അനുമിനു കമാ ആമന സുഫഹാഉ മിന്നാ എന്ന് പറയുമ്പോൾ ഇത് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സ്വഹാബത്തിനിടയിൽ സംഭവിച്ച അല്ലെങ്കിൽ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും പെരുമാറ്റങ്ങൾ വായിക്കുന്ന നമുക്ക്, അതല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഇത് സഫാഹത്തായി തോന്നിയേക്കാം. ആ കാലഘട്ടത്തിൽ തന്നെ അത് സഫാഹത്തായി തോന്നിയത് കൊണ്ടാണല്ലോ അവർ ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നത്, അനുമിനു കമാ ആമന സുഫഹ. ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ ലിബറലുകൾ, അതല്ലെങ്കിൽ ഇന്നത്തെ മോഡേണിസ്റ്റുകളൊക്കെ പറയുന്നത്. അതല്ലെങ്കിൽ ഒന്നുകൂടി കടന്ന് ഇതില് പാരമ്പര്യ ഇസ്ലാമിനെ ഒരിക്കലും അണമുറിയാത്ത ഈ ഒരു പൈതൃകത്തോടെ മുന്നോട്ട് പോയി ഈ പരിശുദ്ധമായ ധാരയെ ചോദ്യം ചെയ്യുന്നവരൊക്കെ ചോദിക്കാറുള്ളത്, അനുമിനു കമാ ആമന സുഫഹ, സുഫഹാക്കൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ ഉണരുന്ന സമയത്തിനുള്ളിൽ
ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്തു. അവിടുന്ന് 7 ആകാശങ്ങൾ കടന്നുപോയി. ഈ സംഭവങ്ങളൊക്കെ സമൂഹത്തിന് പിറ്റേന്ന് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് അവിടുത്തെ അവിശ്വാസികൾ കേൾക്കുകയും അവർക്ക് ഇതൊരു സഫാഹത്തായി തോന്നി. സ്വാഭാവികമാണത്, രാത്രി കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ദൂരം കവർ ചെയ്തു പോകുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് സഫാത്ത് തന്നെയാണ്. ഈ സംഭവം മഹാനായ സിദ്ദീഖ് തങ്ങൾ കേട്ടപ്പോൾ അവരോട് ആളുകൾ പോയി പറഞ്ഞു, നിന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലേ, ഇൻകാന ഖാലഹ, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഖദ് സ്വദഖ, അത് സത്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പശ്ചാത്തലം കൊണ്ട് മാത്രമാണ് സിദ്ദീഖ് എന്ന പേര് വരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരാനുള്ള. ഈ ഒരു സംഭവത്തെ കുറിച്ച് അൽ മുത്തവല്ലി ഷാറാവി, ഈജിപ്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, അൽ മുഅ്ജിസത്തുൽ കുബ്ര എന്ന് പറയുന്ന അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം, കാരണം അത് ആരാണ് സത്യവിശ്വാസി എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ടാണ് ശരിക്ക് ഇസ്രാ മിറാജ് നടന്നിട്ടുള്ളത്. ഭൗതിക കാലത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും ഇത് ഖുർആനിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇസ്രാ മിറാജ് ഖുർആനിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് മോഡേണിസ്റ്റുകൾ, ലിബറലുകളൊക്കെ അതിനെ നിഷേധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ ഖുർആൻ പറഞ്ഞ പ്രയോഗം വളരെ കൃത്യമാണ്, അനുമിനു കമാ ആമന സുഫഹ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അത് സഫാത്താന്ന് തോന്നുന്നില്ല. കാരണം ഈ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. അവർ ഒരു സംശയമോ ഈ സംശയലേശമന്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക്, അതിനവർ അനുധാവനം ചെയ്യുന്നു, പിൻപറ്റുന്നു, ആ ഹബീബിനെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ അനുമിനു കമാ ആമന സുഫഹ എന്ന് പറയുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല അങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടാവുക. അത് എല്ലാ കാലത്തും, ഖുർആൻ സർവകാലത്തിനും അതീതമായി നിലനിൽക്കുന്ന ഗ്രന്ഥാണല്ലോ. എല്ലാ കാലത്തും അത് സമൂഹം ഇത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അനുമിനു കമാ ആമന സുഫഹ. ഇവിടെയാണ് ഈ ആയത്തിന്റെ പ്രസക്തിയും എന്താണ് ഇത്തിബാ അതിന്റെ മൂല്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മറ്റൊരു സംഭവം പറയാനുള്ളത്, നമ്മളെ വിശുദ്ധ ഖുർആനിൽ തന്നെ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി, ഈ ആയത്ത് നമുക്ക് ഇന്നും റൗദയുടെ മുകളിൽ രേഖപ്പെടുത്തി കാണാൻ പറ്റും. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി, നിങ്ങൾ റസൂലിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ ശബ്ദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിന്റെ സൗണ്ട് റസൂലിന്റെ ശബ്ദത്തിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ ഒരു ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പള്ളിയിൽ കാണില്ല. ഇഫ്തഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്ത് ബിൻ ഖൈസ്, അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ റസൂൽ അന്വേഷിച്ചു, എന്നും ജമാഅത്തിന് വരുന്ന ഒരാളാണ്, കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായി അന്വേഷിക്കല്ലോ. ആ സമയത്ത് ഒരു സ്വഹാബിയെ റസൂൽ അവരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പോൾ അദ്ദേഹം സാബിത്ത് ബിൻ ഖൈസ് എന്നിവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം മുനക്കിസൻ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഷഅനുക, എന്ത് പറ്റിയ സാബിത്ത്? ഒരു പറഞ്ഞു, കാല ഷർറുൻ, ഭയങ്കര കഷ്ടമാണ്. കാരണം ഖുർആനിൽ ആയത്തിറങ്ങി ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി, എൻ്റെ ശബ്ദമാണെങ്കിൽ റസൂലിനേക്കാൾ എത്രയോ വലിയ ശബ്ദമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ശബ്ദം റസൂലിനേക്കാൾ എത്രയോ മികച്ചു പോകാറുണ്ട്. അപ്പോൾ എനിക്കാകെ, കാരണം ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവൻ നരകാവകാശിയാണ്, അവൻ സ്വർഗത്തിന്റെ അവകാശിയല്ല എന്നാണല്ലോ പറയുന്നത്. അത് അപ്പടി മനസ്സിലാക്കാണ് സഹാബത്ത്. അതെ, ആയത്തിറങ്ങുന്നു, അത് അതിന്റെ അർത്ഥമെന്ത്, അതിന്റെ ആശയം എന്ത്, അതിന്റെ മുറാദ് എന്ത് എന്നതല്ല അവരുടെ കൺസേൺ, മറിച്ച് എന്തു പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം ശേഷം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് റസൂൽ പറയാണ്, പോയിട്ട് റസൂൽ ഒരു ദൂതനെ പറഞ്ഞേക്കാണ്, നിങ്ങൾ നരകാവകാശിയല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ അഹലികാരനാണ്, നിങ്ങൾ പള്ളിയിലേക്ക് തിരികെ വരണം. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇവർ എത്രത്തോളമാണ് റസൂൽ എന്ന ഒരു വ്യക്തിയെ, ഒരു സോഷ്യൽ ലീഡറായിരുന്നു റസൂല്, ഒരു രാഷ്ട്രീയ ലീഡറായിരുന്നു, അവരുടെ ഒരു മതകാര ഉപദേഷ്ടാവായിരുന്നു, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിത്വത്തിന്, ആ ഒരു പേഴ്സണാലിറ്റിയെ പോലും അവരെന്ത് ചെയ്തിരുന്നു, ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. പല സംഭവങ്ങളിലും ഈ ഒരു വിഷയം കാണാൻ കഴിയും. ഉദാഹരണത്തിന് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു വളരെ കൂടുതൽ അറിയപ്പെടാത്ത ഒരു വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഒരു ധനാഢ്യനായ അൻസാരികളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകൾക്ക് ഒരു വിവാഹാലോചന കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കണം, സ്വഹാബി, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് വേണ്ടിയാണോ? അങ്ങേക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ സന്നദ്ധനാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, ജുലൈബീബിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ജുലൈബീബിന് കുടുംബമില്ലല്ലോ, ജുലൈബീബിന് സ്വത്തില്ലല്ലോ,
ജുലൈബീബിന് സൗന്ദര്യമല്ല. ഒരാൾക്ക് ഉണ്ടാവേണ്ട വിവാഹാലോചന സമയത്ത് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: ഒന്ന് കുടുംബം, ഒന്ന് സൗന്ദര്യം, ഒന്ന് സ്വത്ത്. ഇത് 3 ഇല്ലാത്ത ജുലൈബീബിനെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കും? ഏതായാലും അങ്ങ് പറഞ്ഞതല്ലേ, എൻ്റെ ഭാര്യയോട് അല്ലെ കുട്ടിയുടെ ഉമ്മയോടൊന്ന് വിഷയം ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു വിവാഹക്കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മകൾക്ക്. ആരാണ്? ജുലൈബീബാണ്. ജുലൈബീബിനെ എങ്ങനെ നമ്മൾ പെണ്ണിനെ നമ്മുടെ മകളെ കെട്ടിക്കും? ജുലൈബീബിന് ഒന്നുമില്ലല്ലോ. മാത്രമല്ല ഒരു മാറൂഫായ സ്വഹാബി പോലും അല്ല. ഒരർത്ഥത്തിലും ഒരു സ്വഹാബത്തിനിടയിൽ പോലും ഒരു സ്ഥാനം കൽപ്പിക്കപ്പെടാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന മകൾ ഉടനെ പറഞ്ഞു, ഉമ്മ, ഉപ്പ, ഈ വിഷയം ആലോചിച്ചത് എൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് എല്ലാ അർത്ഥത്തിലും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു. അള്ളാഹുവും അവിടുത്തെ റസൂലും ഒരു വിഷയം തീരുമാനമാക്കി കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് ആ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ജുലൈബീബിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് മതി. അങ്ങനെ അൽഹംദുലില്ലാ അവരുടെ വിവാഹം നടന്നു. വിവാഹം നടന്ന ശേഷം മധുവിധ് തീരുന്നതിന് മുമ്പാണ് ഒരു യുദ്ധവിളയാളം വരുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും. മുസ്നദ് അഹമ്മദ് വളരെ വിശദമായിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ വിളിയാളം വന്നു. യുദ്ധത്തിൻ്റെ വിളിയാളം വന്ന സമയത്ത് ജുലൈബീബിന് മറ്റൊന്നും ആലോചിക്കാനില്ല. കാരണം വിളിച്ചത് അള്ളാന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ യുദ്ധത്തിൽ ഇറങ്ങി. യുദ്ധത്തിൽ മുന്നിൽ തന്നെ ജുലൈബീബ് സ്ഥാനം ഉറപ്പിച്ചു. അള്ളാഹുവിൻ്റെ വിധി, ജുലൈബീബ് ആ യുദ്ധത്തിൽ ഷഹീദായി കഴിഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ഷഹീദായത്, രക്തസാക്ഷികളായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളെയും പറഞ്ഞു കാണാനില്ലാത്ത, പരിശോധിച്ചു. അപ്പോൾ പലരും പല ആളുകളെയും കൊണ്ടുവന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? ആർക്കും ജുലൈബീനെ ഓർമ്മ പോലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുലൈബീബിനെ കാണാനില്ല, ജുലൈബീബിനെ നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജുലൈബീബിനെ അന്വേഷിച്ചപ്പോൾ 7 ശത്രുക്കളുടെ ഇടയിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കാണ്. മഹാധീരനായിരുന്നു. 7 പേരെ യുദ്ധത്തിൽ വധിച്ച ശേഷമാണ് മഹാനുഭാവൻ ഷഹീദായിട്ടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹാനുഭാവനെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഉയർത്തുകയും ശേഷം കബറടക്കുകയും ചെയ്തു. അതിനുശേഷം മുത്തുനബി ദുആ ചെയ്തു എന്നാണ്, അല്ലാഹുവേ, ഈ മഹദിക്ക്, ജുലൈബീബിൻ്റെ ഭാര്യയ്ക്ക്, പ്രിയതമക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ, അവരെ നീ പ്രയാസപ്പെടുത്തരുത് തമ്പുരാനെ. വിശദമായ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദുആ പിൽക്കാലം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അത് അപ്പടി ഫലിച്ചു എന്നാണ്. അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വതക്ക ചെയ്യുന്ന ധനികയായ സ്ത്രീയായിരുന്നു ജുലൈബീബിൻ്റെ ഭാര്യ എന്ന് പിൽക്കാല ചരിത്രം രേഖപ്പെടുത്തും. പറഞ്ഞു വരുന്നത്, സ്വഹാബത്ത് അവിടുത്തെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയത് അത് തൻ്റെ വിവാഹാലോചനയാണ്, അതൊരു അഭിപ്രായം പറഞ്ഞതാണ് എന്നതല്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ മധുവിധ ആഘോഷിക്കേണ്ട സമയമാണ്, ഇപ്പോൾ ഞാൻ യുദ്ധത്തിന് പുറപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല അവരുടെ ചിന്തയും ആലോചനയും. അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതപ്പടി ജീവിതത്തിൽ സ്വീകരിക്കുകയും അതനുവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് സ്വഹാബത്തിൻ്റെ രീതി. ഇതുപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇവിടെ നമ്മൾ ഇതിനോട് രസകരമായ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇമാം ഹാക്കിം തങ്ങൾ അവിടുത്തെ മുസ്തദറിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. മഹാനായ അബൂ മഹ്ദൂറ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്ത് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇന്നത്തെ ഫാഷൻ മോഡലല്ല, ഭയങ്കര മുടി വെക്കുന്ന ആളാണ്. എത്രത്തോളം വെച്ചാൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ആ മുടി അയച്ചിട്ടാൽ നിലത്ത് തട്ടുന്ന തബ്ലൂഗൽ അറല്ല എന്ന് പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ അതൊരു ട്രെൻഡാക്കി ഹദീസിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇവിടെ നല്ല മുടിയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് മുടി കളയാത്തത്, എന്തുകൊണ്ട് മുടി വെട്ടണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുടിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് പറയുക പ്രത്യേകത? ഇന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസഹ റഅസഹു ബിയദിഹി,
റസൂൽ അവിടുത്തെ തിരുകരം കൊണ്ട് എൻ്റെ മുടി സ്പർശിച്ചിട്ടുണ്ട്, തടവിയിട്ടുണ്ട്. ആ റസൂലിന്റെ സ്പർശനമേറ്റ മുടി ഞാൻ എങ്ങനെ വെട്ടിക്കളയും? ഇതുകൊണ്ടായിരിക്കും ഖുർആൻ തന്നെ ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹ, സുഫഹാക്കൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എല്ലാ കാലത്തുള്ളവരും പറയും. അബൂ മഹ്ദൂറ തങ്ങളുടെ സംഭവത്തിലും സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ചോദിക്കാം. പക്ഷേ ആമിനു കമാ ആമനന്നാസ്, അവിടെ നേരത്തെ പറഞ്ഞ മുടിയുടെ അളവ് വളരെ പ്രത്യേകത. തീർച്ചയായിട്ടും അത്രയും ഒരാൾ ഇരിക്കണ സമയത്ത് ഭൂമിയിലേക്ക് മുടി തട്ടണമെങ്കിൽ എത്രത്തോളം വലുപ്പത്തിനുണ്ടാവണം? അദ്ദേഹത്തിന്റെ ലം യഹ്ലിഖ്ഹ എന്ന ഹദീസിൽ കാണുന്നത് അദ്ദേഹം വഫാത്താകുന്നത് വരെ ആ മുടി കൊണ്ട് നടന്നു എന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? റസൂലിന്റെ സ്പർശനം ഒറ്റ പ്രത്യേകത മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പ്രത്യേകതയും മുടിക്ക് ഇസ്ലാം നൽകുന്നില്ലല്ലോ. സമാനമായ സംഭവം അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ മുആവിയത്ത് ബിൻ യസീദിന്റെ മകൻ മുആവിയ, അതിനുശേഷം മർവാൻ, അതിനുശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഇവരുടെ ഭരണകാലഘട്ടത്തിലൊക്കെ ഹിജാസ് ഭരിച്ചിരുന്നത് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. മഹാനുഭാവന്റെ ഉമ്മ അസ്മാഉ ബീവിയാണ്. കുടുംബം തന്നെ വളരെ പ്രത്യേകത. തീർച്ചയായിട്ടും ഒരുപാട് കിസിലൊക്കെ ചോദ്യം വരുന്ന ഒരു വ്യക്തി കൂടിയാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഈ 3 ഭരണാധികാരികളുടെ കാലഘട്ടത്തിലും അവരെ മുഴുവൻ വിറപ്പിച്ച് നിർത്തി വളരെ സമാധാനത്തോടുകൂടി പരിശുദ്ധമായ മക്കയും മദീനയും ഭരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹ എന്നതിലേക്ക് എത്തുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പ് വെച്ച ശേഷം അതിൻ്റെ രക്തം അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ്, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആരും കാണാത്ത സ്ഥലത്ത് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ്, തിരിച്ചു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ രക്തം എന്താ ചെയ്തു ചോദിച്ചു. അവൻ പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലഅല്ലക ശരിബ്ത, നിങ്ങളത് കുടിക്കാണോ ചെയ്തത്? അവർ പറഞ്ഞു, ഖാല നഅം, ഞാൻ കുടിക്കാണ് ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൈലുൽ ലക മിനന്നാസ് വൈലുൽ ലിന്നാസി മിൻക, നിങ്ങൾക്ക് അപാരമായ ശക്തി ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് ഹദീസിൻ്റെ അർത്ഥം എന്ന് പിൽക്കാലത്തുള്ള മഹാരഥന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. അഥവാ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഈ അപാരമായ മനഃശക്തിയും ധീരതയും ആരുടെ മുന്നിലും സത്യം വിളിച്ചു പറയാനുള്ള സ്ഥൈര്യവും ധൈര്യവും ലഭിച്ചത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം കുടിച്ചതിലൂടെയാണെന്ന് മഹാനുഭാവൻ മനസ്സിലാക്കുകയും അങ്ങനെ കുടിച്ചാൽ അത് കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് സ്വഹാബത്ത് അങ്ങനെ ചെയ്തത്. അതാണ് അനുഅ്മിനു കമാ ആമന സുഫഹ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദ്വാൻ. ഇതാണ് സാബിഖൂനൽ അവ്വലൂന്റെ വഴി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അവിടുത്തെ ഒരു മനുഷ്യൻ എന്നതിനപ്പുറം അവിടുത്തെ വഹി, അവിടുത്തെ വ്യക്തിത്വം, അവിടുത്തെ നൂറാനിയത്ത്, ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ഒരു ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും ഈ ഇത്തിബായിനെയും നമുക്ക് സാധ്യമാകുന്നത്. ഇതിനേക്കാൾ അത്ഭുതകരമായ മറ്റൊരു സംഭവം കാണാൻ പറ്റും നമുക്ക്. ഹുദൈബിയയുടെ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുന്ന സമയത്തെക്കുറിച്ചും അതുപോലെ അവിടുത്തെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും, മാ തനഖമ സല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമത്തൻ, ഇല്ല നമ്മുടെ കഫിലെത്തിയിട്ടല്ലാതെ. ഇപ്പൊ റസൂലിന്റെ വായിൽ നിന്നൊരു ഉമിനീര് തെറിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഉമിനീര് തെറിക്കുന്ന സമയത്ത് അത് നമ്മുടെ കൈകളിലേക്ക് എത്തും. അത് എടുക്കാൻ വേണ്ടി, അത് വാരി എടുക്കാൻ വേണ്ടി സ്വഹാബത്ത് തിരക്ക് കൂട്ടുമായിരുന്നു. എന്ന് മാത്രമല്ല, അത് കിട്ടിയവരത് എടുത്തിട്ട് അവരുടെ ശരീരത്തിൽ, മുഖത്തും കയ്യിലൊക്കെ അത് പുരട്ടുമായിരുന്നു. എന്ന് മാത്രമല്ല, അത് കിട്ടാത്തവര് കിട്ടിയവരുടെ കൈ തൊട്ടിട്ട് അതിന്റെ വർക്കത്ത് എടുക്കുമായിരുന്നു എന്ന് വരെ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർ ചോദിച്ചത് അനുഅ്മിനു കമാ ആമന സുഫഹ. ഈ അവിശ്വാസികള് സ്വഹാബത്തിന്റെ റസൂലിനോടുള്ള ഈ ഒരു പ്രണയം കാണുമ്പോൾ, സ്നേഹം കാണുമ്പോൾ, അതല്ലെങ്കിൽ ഈ പരിപൂർണ തരത്തിലുള്ള ഇത്തിവാഹ് കാണുമ്പോൾ സ്വാഭാവികമായി അവർ ചോദിച്ചു പോകും. കാരണം നേരത്തെ പറഞ്ഞ നമ്മൾ രക്തത്തിന്റെ വിഷയത്തിലാണെങ്കിലും അത് മറ്റൊരു മസലപരമായ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രക്തം കുടിക്കാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫിഖിയ മസലകൾ വേറെ. അതിനപ്പുറത്തേക്ക് അവര് അതിലൊരു ഒരു ബർക്കത്ത് അവർ കണ്ടു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു. ഈ ഏതായാലും നമ്മൾ അതിന്റെ മസലപരമായ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദമ് വബൗലുഹു അതൊക്കെ ത്വാഹിറാണ്, യുതബറക്കു ബിഹിമ എന്നൊക്കെ നമുക്ക് ഇമാം നവവി തങ്ങൾ, കാരണം ഇതൊക്കെ സ്വഹാബത്ത് വിശ്വസിച്ചു. അതപ്പടി വിശ്വസിക്കുമ്പോഴാണ് അത് നമുക്ക് ഇത്തിബാ സാധ്യമാകുന്നത്. അതാണ് പാരമ്പര്യ ഇസ്ലാമിലൂടെ നമ്മളിങ്ങനെ കൈമാറി വന്നിട്ടുള്ളത്. ഇതിനൊരു പക്ഷേ ഇതിനെക്കുറിച്ച് കാലു അനുമിനു കമ ആമന സുഫഹ എന്ന് ആ കാലഘട്ടത്തിൽ ചോദിച്ചതുപോലെ ഇന്നത്തെ കാലത്തും ചോദിക്കപ്പെടാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ റസൂൽ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലും സ്വഹാബത്തും ഒരു യാത്രയിലാണ്. ആ സമയത്ത് മുസാഫിരിങ്ങളാണ് നിസ്കാരം കസ്റാക്കിട നിസ്കരിക്കുന്നത്. നിസ്കരിക്കാൻ ഒളു എടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫൗത്തി ബി വലൂഇൻ, വെള്ളം കൊണ്ടുവന്നു. റസൂൽ നിസ്കരിച്ചു. 2 റക്അത്തായിട്ട് ളുഹറും അസ്റും നിസ്കരിച്ചു. അതിനുശേഷം റസൂൽ വീണ്ടും ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റസൂൽ എന്ത് ചെയ്തു? അവിടുത്തെ തിരുകരങ്ങളും തിരുമുഖവും ആ വെള്ളത്തിൽ കഴുകി. എന്നു മാത്രമല്ല മജ്ജ ഫീഹി, അതിലേക്ക് റസൂൽ തുപ്പി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. എന്നിട്ട് ആ വെള്ളം സഹാബത്തിനോട് കുടിക്കാൻ കൽപ്പിക്കുകയും അതുകൊണ്ട് അവരുടെ മുഖവും കൈയും കഴുകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഹബീബി, ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സമയത്ത് വല്ലാതെ എന്നെ അലട്ടിയൊരു വിഷയമായിരുന്നു. നമ്മൾ കിതാബുകളിൽ കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫയിൽ കാണാൻ കഴിയും. മാഉ സംസം അഫ്ളലു മിൻ മാഇൽ കൗസർ, മാഉൽ കൗസറിനേക്കാൾ പുണ്യമുള്ളതാണ്. മാഉൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇന്ന അഅ്തൈനാക്കൽ കൗസർ. നമ്മൾ ഓരോരുത്തരും അത് കുടിക്കാനും അതിനു വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നിരന്തരം ആഗ്രഹിക്കാൻ, ഇതിനേക്കാൾ പുണ്യമുള്ളതാണ് മാഉ സംസം. എന്താണ് അതിൻ്റെ ഒരു സിർറ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞത് മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നാണ്. എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിനുള്ളതാണ്. അത് അയിമ്മത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സംസമിൻ്റെ സ്വാധീനം വല്ലാതെ കാണാൻ കഴിയും. ഇമാം സുയൂത്തി തങ്ങളൊക്കെ തീർച്ചയായിട്ടും ശരീഅത്തു മാഉ സംസം ലി അംറൈൻ, 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മഹാനവറുകൾ മാഉ സംസം കുടിച്ചത് എന്ന് മാത്രമല്ല അത് 2 മൂപ്പർക്ക് കിട്ടുകയും ചെയ്തു. രണ്ടുപേരും, അതായത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കുടിച്ചത് ഹദീസിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് അത്ര വലിയ ഇൽമുണ്ടാവാൻ വേണ്ടി കുടിച്ചു. ഫിഖ്ഹിൽ സിറാജുദ്ദീൻ ഉൽ ബുൽഖീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പോലെ പാണ്ഡിത്യം ഉണ്ടാവുന്നുണ്ട്. അല്ലല്ല, ഉസ്താദ് ആയിട്ടില്ല. മഹാനുഭാവൻ സിറാജുദ്ദീൻ ബുൽഖീനി തങ്ങളുടെ മകന്റെ ശിഷ്യനായിട്ടാണ് സുയൂത്തി ഇമാം വരുന്നത്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളെയും മഹാനുഭാവം കണ്ടിട്ടില്ല. അത് ഒരു 2 വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുണ്ടാവും. ഇമാം ഷാഫി തങ്ങൾ, രസകരമായ സംഭവം, ഇമാം ഷാഫി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ സംസം 2 കാര്യത്തിന് വേണ്ടിയാണ് കുടിച്ചത്. ഒന്ന് ലിൽ ഇൽം, ഹാ അനബി, നിങ്ങൾ എന്നെ കാണുന്നില്ലേ, എൻ്റെ ഇൽമ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് തൻ്റെ ശിഷ്യഗണങ്ങളോട് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അമ്പയത്തിന് വേണ്ടിയായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സംസം കുടിച്ചതെന്നാണ്. ഹത്ത അസബ്തു മിനൽ അശറത്തി അശറ, 10 ലക്ഷത്തിലെത്താക്കാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കഴിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് അസ്റാറുകൾ മാഉ സംസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാനുണ്ട്. ഈ മാഉ സംസം അയിമ്മത്ത് കുടിച്ച കഥകൾ പറയുന്ന കിതാബ് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ചില സ്വഹാബത്ത് ആഖിറത്തിൽ ദാഹമില്ലാതിരിക്കാൻ വേണ്ടി സംസം കുടിച്ചവരുണ്ട്. ഇതിങ്ങനെയൊക്കെ ഇതിനൊരു സിർ ഉണ്ടാവാൻ കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, സംസം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംസം വെള്ളം കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. സുമ്മ മൽമല, അതിനുശേഷം വത്തഫില ഫീഹി, ആ ബക്കറ്റിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയ ശേഷം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം കൊണ്ടുപോയി സംസം കിണറിലേക്ക് ഒഴിക്കണേ. തുപ്പിയ വെള്ളം സംസം കിണറിലേക്ക് ഒഴിക്കണേ എന്ന് പറയുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന സ്വഹാബത്തിന് ഒരു സംശയമില്ല. ഒരു കാലത്ത് അനുമിനു കമ ആമന സുഫഹ എന്ന് അവരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാലത്ത് ആ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും സ്വഹാബത്ത് അതിൽ ഇസ്സത്ത് കണ്ടവരാണ്. അവർ ആ വെള്ളം നേരെ കൊണ്ടുപോയി സംസം കിണറിൽ ഒഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, തിരക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ അത് സംസം കിണറിലേക്ക് ഇറക്കുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയ നുബുവത്തിൻ്റെ അംശങ്ങൾ അടങ്ങിയ വെള്ളമാണ്
സംസമിലൂടെ ഒഴുകുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് മാ ഉ സംസം ലിമാ ശുരിബലഹു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകൾക്ക് സംസം ദാഹം തീർക്കാനുള്ള വെറും മിനറൽ വാട്ടർ മാത്രമാണ്. ആ ഒരു സമയത്താണ് സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അത് നുബുവത്തിൻ്റെ അംശങ്ങൾ അടങ്ങിയതാണ്, അതിന് ചില പ്രത്യേകമായ അസാധാരണമായ കഴിവുകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മാ ഉ സംസം ലിമാ ശുരിബലഹു എന്ന ഹദീസിനെ പോലും നമുക്ക് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും കഴിയാം. അതുപോലെ മറ്റൊരു വിഷയം, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അവിടുത്തെ ഹദീസിൽ കൊണ്ടുവരുന്ന സംഭവമാണ്. മുത്തബിഅ സുന്ന എന്ന ലോകത്ത് അറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ റസൂലിൻ്റെ എല്ലാ നിലക്കും റസൂലിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സഞ്ചരിച്ച വഴിയിൽ അതുപോലെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. റസൂൽ സഞ്ചരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തല താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, മരങ്ങളുണ്ട് ഉള്ളത് കാരണത്താൽ തല താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ തല താഴ്ത്തും. ഒരു സംഭവം പറയുന്നുണ്ട്, ഒരിക്കലും റസൂൽ യാത്ര പോണ സമയത്ത് റസൂൽ ഒരു മരച്ചുവട്ടിൽ തഹ്ത ഷജറ റസൂൽ വിശ്രമിച്ചു. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഈ മരത്തിന് എന്നും കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുക്കും, സംരക്ഷണം ഇത് നിലനിൽക്കണം എന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം. നിലനിന്നാലാണ് അദ്ദേഹത്തിന് നടന്നു പോകുമ്പോൾ റസൂൽ തല താഴ്ത്തിയപ്പോൾ തല താഴ്ത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, ഇതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തിബാഇന്റെ ഒരു ഉദാത്തമായ ഒരു മാതൃകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, റസൂൽ എന്നതിനെ കേവലം ഒരു ശാരീരിക മാത്രമായി മനസ്സിലാക്കാതെ അവിടുത്തെ സർവ്വ കാര്യങ്ങളിലും ഇത്തിബാഅ് ചെയ്യുന്ന ഒരു ഉദാഹരണം നമുക്ക് ഉദാത്തമായ ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ പറ്റും. സമാനമായൊരു സംഭവം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെയും സംഭവ വികാസങ്ങളിലും കടന്നുപോയ മഹാനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഹാനുഭാവനും അവസാനം തൻ്റെ ആഖിബത്ത് നന്നാവണം, താൻ രക്ഷപ്പെടണം എന്നത്, അത് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് മഹാനുഭാവൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസ് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഖം വെട്ടിയപ്പോൾ അവിടെ അതിൽ നിന്ന് വീണ ആ നഖക്കഷ്ണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എന്നെ നിങ്ങൾ ദഫൻ ചെയ്യുന്ന സമയത്ത് ആ ഖമീസാണ് എന്നെ ധരിപ്പിക്കേണ്ടത്. എൻ്റെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ നഖം പൊടിച്ച് എൻ്റെ കണ്ണുകളിൽ നിങ്ങൾ വെക്കണം എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലേ, അനുമിനു കമാ ആമന സുഫഹ എന്ന ചോദ്യം ആ കാലത്തും വന്നിട്ടുണ്ട്, എല്ലാ കാലത്തും അത് നമ്മളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഇതാണ് ഇസ്സത്തിൻ്റെ വഴി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന് ഖിയാമം വരെ ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന പാന്താവിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ മുടിയുടെ വിഷയം പറയുമ്പോൾ റസൂൽ അത് വെട്ടിയിട്ട് വഖ്സിമുഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞിട്ട് ഉലമാ പറയുന്നുണ്ട്, മുടി ഇപ്പോൾ തിന്നാനിപ്പോൾ ആരും മുടി കൊടുക്കൂലല്ലോ, മുടി കൊടുക്കൽ തബറുക്കിന് വേണ്ടി മാത്രമാണ്, അത് നിലനിൽക്കണം, കാലങ്ങളോളം നിലനിൽക്കണം, അതിന് വേണ്ടി മാത്രമാണ് വിതരണം ചെയ്തത്. അതാണ് പിന്നീട് ഇവരുടെ ചരിത്രങ്ങൾ നമുക്ക് അവർക്ക് അന്ന് ലഭിച്ച മുടികൾ, ഈ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് ലഭിച്ച മുടികളൊക്കെയാണ് പിന്നീട് അവർ വഫാത്തിന്റെ സമയത്ത് ഒരുപാട് ഉലമാ അത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും. മാത്രമല്ല, ഇതിനോട് സമാനമായപ്പോൾ സ്വാഭാവികം നമ്മൾ ചോദിക്കും, സ്വഹാബത്തിന്റെ കഥ പറയുമ്പോൾ അവർക്ക് ശേഷം വന്നവരോ അവരും ഇങ്ങനെ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളവരുടെ അടുക്കൽ നേരത്തെ പറഞ്ഞ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനഖത്തിന്റെയും തിരുമുടിയുടെയും കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഖാമിസു ഖുലഫാഇൽ റാഷിദീൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഫഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടാൽ ഫജ്അലൂഹു ഫീ കഫനി, എൻ്റെ കഫൻ പുടവയിൽ നിങ്ങൾ റസൂലിൻ്റെ തിരുകേശവും തിരുനഖവും വെക്കണം. എന്തിനു വേണ്ടിയാണ് വെക്കാൻ പറഞ്ഞത്? മരിക്കുന്ന ഒരാൾ വഫാത്തിന്റെ അവസാനത്തെ വസിയത്തായിട്ട് പറയണമെങ്കിൽ അത് ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും. അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ നിന്ന് പോലും അതല്ലെങ്കിൽ തിരുനഖത്തിൽ നിന്ന് പോലും അവര് അസാധാരണമായ പലതും പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഇത്തരം സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാം. ഏതായാലും നമ്മുടെ ഒരു ഡിസ്കഷൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ തുടങ്ങി, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ മുഹാജിരീങ്ങളുടെയും അൻസാറുകളുടെയും വഴി, ആ വഴിയെക്കുറിച്ച് ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയലേശമെന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതാണ്.
ഈ ഒരു വഴിയെക്കുറിച്ച് അത് സഫാഹത്താണ്, അത് വിഡ്ഢിത്താണ് എന്ന ആക്ഷേപങ്ങൾ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പിൽക്കാലത്തും അതെന്തായിട്ടുണ്ട്, ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും നമ്മൾ ചെയ്യേണ്ടത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അവരെ കേൾക്കുക, അള്ളാഹുവിനെ വഴിപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുക, ഉലുൽ അംറിനെ വഴിപ്പെടുക. അവരെങ്ങനെയാണോ ദീനിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതേ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുമാണ് ഈ ദീൻ വളരെ സംശുദ്ധമായി നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, ഇവരിവിടെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയത്താണ് കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ഞാൻ നിങ്ങളെപ്പോലത്തെ കേവലം ഒരു വ്യക്തി മാത്രമാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ തന്നെ പറയുന്നു യൂഹാ ഇലയ്യ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ബഷറും മിസ്ലുക്കും എന്നതിന് വ്യതിരിക്തനായി. തീർച്ചയായും ഇത് വ്യത്യസ്തനാവുകയാണല്ലോ വഹി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം. എന്ന് മാത്രമല്ല എന്നും ഖുർആൻ വളരെ നെസ്സായിട്ട് തന്നെ പറയുന്നു. മാത്രമല്ല, ചില ആളുകൾ പറയാറുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ നുബൂവത്ത് കിട്ടിയത് മുതൽ 40-ാം വയസ്സ് മുതൽ 63-ാം വയസ്സ് വരെ ജീവിച്ച് 23 വർഷക്കാലം മാത്രമേ റസൂൽ നമ്മൾ അംഗീകരിക്കേണ്ടതുള്ളൂ. അതിൻ്റെ മുന്നുള്ള ജീവിതമോ ആ ശഖ്സിയത്തിനോ ആ പേഴ്സണാലിറ്റിക്കോ യാതൊരു ഖസായിസുകളും കൽപ്പിക്കാത്ത ഒരുപാട് യുവാക്കൾ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊക്കെയുള്ള ഒരു സംഭവങ്ങളാണ്, ഒരു മറുപടിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും. ഇവിടെ അവർ സ്വഹാബത്ത് റസൂലിനെ സ്വീകരിച്ച രീതി, സ്വഹാബത്തിനെ മനസ്സിലാക്കിയ ശൈലി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കേവലം ഒരു ശാരി എന്നതിലപ്പുറത്തേക്ക് ആ ശരീരത്തിന്, അവിടുത്തെ കേശങ്ങൾക്ക്, നെഗത്തിന് പോലും സ്വഹാബത്തുകൾ ഖസായിസുകൾ കൽപ്പിച്ചു. എന്നല്ല, അതുകൊണ്ട് അവർ ബർക്കത്തെടുക്കുക പോലും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൗതികമായ ശരീരത്തിനപ്പുറം മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് നമ്മൾ മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത് തന്നെ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ലോകത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി, അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് അത് നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, അവ്വലു ഷൈഇൻ ഖലഖല്ലാഹ്, അതെന്താണ്? അള്ളാഹു ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി ഏതാണ്? മുസന്നഫ് അബ്ദുർ റസാഖിൽ മഹാനുഭാവൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഏതായാലും അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നൂറു നബീക യാ ജാബിർ, ജാബിറെ, നിന്റെ നബിയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്നാണ്. ഇങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കി, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഇസ്സത്തും അഭിമാനബോധവും നമുക്കുണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ സ്വഹാബത്തിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ വഴി. എന്നാൽ വഫാത്തോടു കൂടെ അവസാനിക്കുകയും ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റുമല്ലോ, വഫാത്തി ഖൈറുൽ ലക്കും ഹയാത്തി ഖൈറുൽ ലക്കും വഫാത്തി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം ഉമ്മത്തിന് ഖൈറാണ്, എൻ്റെ വഫാത്ത് ഉമ്മത്തിന് ഖൈറാണ്. സ്വാഭാവികമായി ജീവിതം ഖൈറാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം റസൂൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അവിടത്തോട് നമുക്ക് മസ്തകൾ ചോദിക്കാം, പഠിക്കാം, ഒരുപാട് ശർഈന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വഫാത്ത് എങ്ങനെയാണ് ഖൈറാകുന്നത്? റസൂൽ തന്നെ പറയുന്നു, ഇൻ റഅയ്തു ഖൈറൻ ഹമിദുല്ലാഹ്, ഞാൻ വഫാത്തായതിനു ശേഷം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യണമെന്ന് ഞാൻ കണ്ടാൽ ഹമിദുല്ലാഹ്, വൈൻ റഅയ്തു ശർറൻ ഇസ്തഗ്ഫർതു ലക്കും, തീർച്ചയായിട്ടും എൻ്റെ അമലുകൾ, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടും. അതിൽ വല്ല തിന്മയും ഞാൻ കണ്ടാൽ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മഗ്ഫിറത്തിനെ തേടും എന്ന് പറഞ്ഞ റസൂൽ ഇപ്പോഴും നമുക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഇവിടെ തസറുഫാത്തുകൾ ഈ ഭൗതിക ലോകത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൻ്റെ നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു അന്ത്യത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഇനി മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും. ലയൻസിലൻ ഈസ ഇബ്നു മറിയം, അവിടുത്തെ ഇമാം ഹൈസമി റഹ്മത്തുള്ളാഹി അവിടുത്തെ മജ്മുഉ സവായിദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇവിടെ നീതി നടപ്പിലാക്കും. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ അപ്രമാദിത്യത്തെ അശേഷം ഇല്ലാതാക്കും. അതിനുശേഷം മദീനയിലേക്ക് വരും. സുമ്മല ഇൻ ഖാമ അല ഖബ്രി, പിന്നെ എൻ്റെ ഖബറു ഷരീഫിൻ്റെ അടുത്ത് വന്നിട്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ മുഹമ്മദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ല ഉജീബന്നഹു, ഞാൻ ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതായത്
അന്ത്യനാളിൻ്റെ സമയത്ത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇത് ഈ ഒരു വിളിയിലൂടെയും ഉത്തരത്തിലൂടെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശരീഅത്തിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇജ്തിഹാദ് ചെയ്യാനുള്ള മുഴുവൻ സംവിധാനങ്ങളും നൽകുന്നത് എന്നാണ്. ഏതായാലും ഈ ഹദീസിൽ പറയുന്നത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തീർച്ചയായും ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നാണ്. മാത്രമല്ല ഹദീസ് പൂർണ്ണമായി സ്വഹീഹുമാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ ഈ ഹദീസുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വഴി എത്രത്തോളം സംശുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഈ പാരമ്പര്യത്തിൻ്റെ വഴിയാണ് വഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഇത്തിബായിൻ്റെ വഴിയിലൂടെ, ഈ സിറാത്ത് മുസ്തഖീമിലൂടെ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.